ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ ഇന്ത്യ പാക് സൈനികതല ചർച്ച ഇന്ന് നടക്കും. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിക്കാണ് ചർച്ച. വെടിനിർത്തൽ നിലവിൽ വന്ന ശേഷമുള്ള സാഹചര്യങ്ങൾ ചർച്ച ചെയ്യും എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. കൂടുതൽ വിശദാംശങ്ങളുമായി സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് ബി ദിലീപ് കുമാർ ചേരും. അതുപോലെ ശ്രീനഗറിൽ നിന്ന് ബൽറാം നെടുങ്ങാടി ഉണ്ടാകും. ജമ്മുവിൽ നിന്ന് ശ്രീനാഥ് ചന്ദ്രൻ ചേരും. അതുപോലെ ഡൽഹിയിൽ നമ്മുടെ പ്രതിനിധി അജീഷ് ജയകുമാറുണ്ട്. ജയ്സാൽമീറിൽ അനിൽ വാസുദേവ് ഉണ്ട്. വിനീത വി ജിയും നമുക്കൊപ്പം ചേരുന്നുണ്ട്. പഞ്ചാബിലാണ്, അമൃത്സറിലുണ്ട് വിനീത വിജി. നമുക്ക് ആദ്യം ദിലീപ് കുമാറിലേക്ക് പോകാം. സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ ദിലീപ് കുമാറുണ്ട്. ദിലീപ്, യഥാർത്ഥത്തിൽ നമ്മുടെ വാർത്താ സമ്മേളനം കഴിഞ്ഞതിന് ശേഷം നടക്കുന്ന DGMOമാരുടെ സംഭാഷണമാണ്. ഒരുപക്ഷെ ഒരുപാട് കാര്യങ്ങളിൽ ക്ലാരിറ്റി വേണം. മാത്രമല്ല നമ്മുടെ ഈ ക്ലാഷ് തുടങ്ങിയതിന് ശേഷം, ഈ അടി തുടങ്ങിയതിന് ശേഷം ഇരു രാജ്യങ്ങളും എടുത്ത ഒരുപാട് തീരുമാനങ്ങളുണ്ട്. ആ തീരുമാനങ്ങളിലൊക്കെ എങ്ങനെ മുന്നോട്ട് പോകുന്നുള്ളതൊക്കെ ചർച്ചയിൽ വരുമല്ലോ. വിവരങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. ഇന്നാണ് ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആദ്യഘട്ടം അവസാനിച്ചതിനു ശേഷം, അതായത് വെടിനിർത്തൽ നിലവിൽ വന്നതിനു ശേഷമുള്ള ഇന്ത്യ പാകിസ്ഥാൻ ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ്, സൈനിക നീക്കങ്ങൾക്കുള്ള ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള ചർച്ച. ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഈ ചർച്ച നിശ്ചയിച്ചിട്ടുള്ളത്. ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ ലഫ്റ്റനന്റ് ജനറൽ രാജീവ് ഗായ്, മറുവശത്ത് പാകിസ്ഥാൻ്റെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ മേജർ ജനറൽ ആഷിഫ് അബ്ദുള്ള എന്നിവരാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. ചർച്ച എന്ന് പറയുന്നത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഹോട്ട്ലൈൻ ബന്ധം, മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിലുള്ള ഹോട്ട്ലൈൻ ബന്ധമുണ്ട്. അതിലായിരിക്കും ഈ ചർച്ച, അതുവഴിയായിരിക്കും ഈ ചർച്ച നടക്കുക. സാധാരണഗതിയിൽ ഒരു സൈനിക നീക്കം ഉണ്ടാകുമ്പോൾ സൈനിക നീക്കങ്ങൾ ആസൂത്രണം ചെയ്യുക, അത് കോർഡിനേറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഇരു രാജ്യങ്ങളിലെയും ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ തമ്മിൽ സംസാരിക്കുക. ഇതിനാണ് ഈ ഹോട്ട്ലൈൻ ബന്ധം. അതായത് വിളിച്ചാൽ ഉടൻ തന്നെ രണ്ടു രാജ്യങ്ങളിലെയും മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽമാർ അവർ ഫോണിൽ ലഭ്യമായിരിക്കും. ആ നിലയിലുള്ള ചർച്ചകൾ ഈ സംഘർഷത്തിനിടയിൽ തന്നെ നടന്നിരുന്നതാണ്. അതായത് ഇന്ത്യ 7-ാം തീയതി രാത്രി പാകിസ്ഥാൻ വലിയ ആക്രമണം നടത്തുന്നു. അതിനുശേഷം സൈനിക താവളങ്ങൾ അവരുടെ ആക്രമണം നടത്തുന്നു. ആദ്യം ഈ ഭീകര താവളങ്ങൾ ആക്രമിച്ച് നിലംപരിശാക്കിയ ശേഷം തന്നെ അതിനൊരു 15 മിനിറ്റിന് ശേഷം തന്നെ ഇന്ത്യയുടെ മിലിറ്ററി ഓപ്പറേഷൻസ് ഡയറക്ടർ ജനറൽ പാകിസ്ഥാൻ DGMOയെ വിളിച്ച് തങ്ങളുടെ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു, ഇനി ആക്രമണത്തിന് ഇങ്ങോട്ട് വരരുത് എന്നുള്ള കാര്യം അറിയിച്ചിരുന്നതാണ്. പക്ഷേ അത് വകവയ്ക്കാതെയാണ് പിന്നീട് ഇന്ത്യയുടെ സൈനിക താവളങ്ങൾ, വ്യോമത്താവളങ്ങളിലടക്കം വലിയ ആക്രമണത്തിന് 26 സ്ഥലങ്ങളിൽ ഈ പാകിസ്ഥാൻ വ്യോമാക്രമണത്തിന് തുനിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തിൽ പിന്നീട് പലതരത്തിലുള്ള ചർച്ചകളുണ്ടായി. അമേരിക്കയുടെ മുൻകൈയിലൊക്കെ ചർച്ച നടക്കുകയും പാകിസ്ഥാനുമേൽ അമേരിക്ക വലിയ സമ്മർദ്ദം ചെലുത്തുകയും ഒക്കെ ചെയ്തു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും അമേരിക്കൻ വൈസ് പ്രസിഡന്റ് JD വാൻസ് ചർച്ചയുടെ ഭാഗമായി സംസാരിച്ചിരുന്നു. അപ്പോൾ തന്നെ പ്രധാനമന്ത്രി പറഞ്ഞത്, പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നൊരു പ്രകോപനമുണ്ടായാൽ, അവർ അടിക്കാൻ വന്നാൽ അത് ഇരട്ടി ശക്തിയിലായിരിക്കും ഇന്ത്യ തിരിച്ചടിക്കുക എന്ന കാര്യമാണ്. പാകിസ്ഥാനെ അനുനയിപ്പിക്കുന്ന കാര്യവും പാകിസ്ഥാന് മേൽ സമ്മർദ്ദം ചെലുത്തുന്ന കാര്യവുമൊക്കെ അമേരിക്ക ഏൽക്കുകയും ആ നിലയിലുള്ള സമ്മർദ്ദം അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് പാകിസ്ഥാന് മേൽ ഉണ്ടാവുകയും ചെയ്തു. ഇന്ത്യയെ സംബന്ധിച്ച് ആദ്യം മുതൽ തന്നെ വ്യക്തമാക്കിയിരുന്ന കാര്യമാണ്, ഇന്ത്യ ആക്രമണത്തിന് അങ്ങോട്ട് പോകില്ല, ഇങ്ങോട്ട് വന്നാൽ അതിന് മറുപടി ശക്തമായിരിക്കുമെന്ന്. അതുകൊണ്ട് തന്നെ പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട വ്യോമത്താവളങ്ങൾ ഒക്കെ ആക്രമിച്ച് നശിപ്പിക്കുന്നതിന് ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊരു കാര്യം, രണ്ടു രാജ്യങ്ങളുടെയും സൈനിക ക്ഷമത സംബന്ധിച്ച കാര്യത്തിലും ഒരു വ്യക്തത ഏറെക്കുറെ വന്നിരിക്കുകയാണ്. പാകിസ്ഥാനെ സംബന്ധിച്ച് വലിയ അവകാശവാദങ്ങളായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പക്ഷേ ഇന്ത്യ ആകട്ടെ കൃത്യമായ ലക്ഷ്യങ്ങളോടുകൂടി ആ ലക്ഷ്യം നിറവേറ്റുകയും ചെയ്തു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവരുടെ വ്യോമത്താവളങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട ലോജിസ്റ്റിക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങൾ, അവരുടെ ആസൂത്രണം നടത്തുന്ന സ്ഥലങ്ങൾ, അവരുടെ ഡ്രോൺ ഹബ്ബുകൾ, അവരുടെ മിസൈലുകൾ ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ലോഞ്ചറുകൾ സ്ഥാപിച്ചിട്ടുള്ള സ്ഥലങ്ങൾ, ഇവയൊക്കെ കൃത്യമായി തെരഞ്ഞുപിടിച്ച്, അതായത് ആൾനാശമുണ്ടാക്കാതെ, സിവിലിയൻസിന്, ജനങ്ങൾക്ക് നാശമുണ്ടാക്കാതെ സൈനിക കേന്ദ്രങ്ങൾ മാത്രം ആക്രമിച്ചും നശിപ്പിക്കുന്നതിന് ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞു എന്നത്, അത് തെളിഞ്ഞു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ പാകിസ്ഥാനെ സംബന്ധിച്ച് ഏതാണ്ടൊരു അവരൊരു കീഴ്പ്പെടുന്ന അവസ്ഥയിലേക്ക്, കാരണം ഈ സംഘർഷം തുടർന്ന് അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങുകയാണെങ്കിൽ, യുദ്ധം എന്ന വാക്ക് ഔദ്യോഗികമായി ഇരു രാജ്യങ്ങളും ഉപയോഗിച്ചിട്ടില്ല, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. അങ്ങനെ ഒരു വലിയ യുദ്ധം എന്ന നിലയിലേക്ക് അത് പോവുകയാണെങ്കിൽ അതിൽ വലിയ തിരിച്ചടി ഉണ്ടാവുക പാകിസ്ഥാനാണ്. പാകിസ്ഥാന്റെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലെല്ലാം ഇന്ത്യക്ക് ആക്രമണം നടത്താനാകും എന്ന് ആദ്യം തന്നെ തിരിച്ചറിഞ്ഞതുകൊണ്ട്
പാകിസ്ഥാൻ ആ നിലയിൽ അമേരിക്ക ഉൾപ്പെടെയുള്ള ശക്തികളുടെ സമ്മർദ്ദത്തിനും അവരുടെ മുൻകൈയെടുത്തുള്ള ചർച്ചകൾക്കും തൽക്കാലം വഴങ്ങി മുഖം രക്ഷിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ. SK. യുദ്ധകാല നിരീക്ഷകൻ ബി ദിലീപ് കുമാറാണ് സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേർന്നത്.